മന്ത്രിക്ക് ഇതെല്ലാം പറയുമ്പോൾ ചൊറിച്ചിലാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം മന്ത്രിയോട് ഇതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എവിടെയാണ് കരാറ്, ഇയാൾ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മന്ത്രിക്ക് ചൊറിച്ചിലാണ്, അസഹിഷ്ണുതയാണ്. ചെമ്പിനെ കുറിച്ചല്ലല്ലോ ഞങ്ങളാരും ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ചത് ഈ നാട്ടിലെ കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു, വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു വരില്ല എന്ന് പറയുന്നു. അടുത്ത വിൻഡോയ്ക്ക് വരൂ എന്നൊക്കെ പറയുന്നു. ഏത് വിൻഡോയിലൂടെയാണ് വരുന്നത്? അപ്പോൾ ഇതുകൂടി മന്ത്രി പറയണ്ടേ? ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടി മന്ത്രി മറുപടി പറയുക. ജനാധിപത്യ സമൂഹത്തിൽ, ഒരു ജനാധിപത്യ രാജ്യത്ത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് മറുപടികൾ. ആര് ചോദിച്ചാലും ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുക. അതിനെന്തിനാ അസഹിഷ്ണുത? അപ്പോൾ ഈ ദുരൂഹതകൾ ജനങ്ങൾ അറിഞ്ഞു, അതിനകത്ത് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഇതിലുള്ള അസ്വസ്ഥതയാണ്. ഇപ്പോൾ GCDA ഇത്രയും ദിവസമായും നിങ്ങൾ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്ന ചോദ്യമുണ്ട്, എവിടെയാണ് കരാർ അല്ലേ? കരാർ എവിടെയാണെന്ന് ചോദിച്ചു. കരാർ ഇതുവരെ കണ്ടിട്ടുണ്ട്? ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഇനി ഇന്ന് വൈകുന്നേരം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കരാർ കൊടുക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേഡിയം പിന്നെ എങ്ങനെയാണ് മറ്റൊരു സ്പോൺസർക്ക് കൊടുക്കുക? സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൊടുത്ത് എന്നാണ് മന്ത്രിയും GCDAയും പറയുന്നത്. അങ്ങനെ ഉപകരാറ് കൊടുക്കാൻ പറ്റുമോ? സ്പോർട്സ് കേരള ഫൗണ്ടേഷന് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കോ ഈ സ്റ്റേഡിയം എങ്ങനെയാണ് കൈമാറാൻ കഴിയുക? ഇത് കേരളത്തിൻ്റെ പൊതുസ്വത്തല്ലേ, സർക്കാരിൻ്റെ അല്ലേ? അങ്ങനെ ഉപകരാറ് കൊടുക്കാൻ, സബ്ലീസ് ചെയ്യാൻ എന്താണ് ഇവർക്കൊക്കെ അധികാരം? അങ്ങനെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതെങ്കിലും പാലിച്ചിട്ടാണോ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്? അതിനുള്ള ചോദ്യത്തിന് GCDA ചെയർമാനും മറുപടിയില്ല, GCDA കൗൺസിൽ അംഗങ്ങൾക്കും മറുപടിയില്ല. GCDA കൗൺസിൽ അംഗമായിട്ടുള്ള എറണാകുളം സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി PV ശ്രീനിജൻ MLA അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടു ഒരു ചാനൽ ചർച്ചയിൽ. അദ്ദേഹത്തിന് ഇത് അറിയില്ല. അടുത്ത കൗൺസിൽ വരുമ്പോൾ അതിനകത്ത് ഇത് പറയുമെന്നാണ് പറഞ്ഞത്. ഈ സ്റ്റേഡിയം മറ്റേ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൈമാറിയത് എങ്ങനെയാണ്? കഴിഞ്ഞ മാസം 24-ാം തീയതി സർക്കാർ പറയുന്നു, അന്ന് തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ തന്നെ കൈമാറിയേക്കാന്ന്. GCDA ഒറ്റ ദിവസം കൊണ്ടാണ്, മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇത് കൈമാറിയത്. ആരാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ? ആരാണ് അതിലുള്ളത്? അതിൻ്റെ പിന്നിൽ ആരാണ്? അതും ദുരൂഹതയാണ്. അതിൻ്റെ പിന്നിൽ ആരാണ്? സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. ഇവിടെ നിരവധി സ്പോർട്സ് അസോസിയേഷനുകളുണ്ട്, കേരള സ്പോർട്സ് അസോസിയേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര അതോറിറ്റി ഉണ്ട് ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട്? അതിനിടയിൽ എന്തിനാണ് ഒരു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ? മന്ത്രിയുടെ പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ കടുംവെട്ടാണ്. ഇനിയിപ്പോൾ സ്റ്റേഡിയമല്ല, എന്തും ചെമ്പാക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഇത് ശുദ്ധമായ തട്ടിപ്പും അഴിമതിയാണ്. പാവപ്പെട്ട ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണിത്, ചൂഷണം ചെയ്യുന്ന നടപടി. അപ്പോൾ അത് എല്ലാ നിയമങ്ങളും, നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി PR വർക്ക് നടത്തുന്ന ആളുകൾക്ക് പാരിതോഷികമായി കൊടുക്കാനുള്ളതല്ല ഈ പറയുന്ന സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അങ്ങനെ പാരിതോഷികമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ CPM നേതാക്കന്മാർക്ക് വേണ്ടി PR വർക്ക് നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഉപഹാരമായിട്ട് എന്നാൽ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പൊതുസ്വത്ത് കൈമാറാൻ പാടില്ല. അങ്ങനെ കൈമാറാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകില്ല എന്ന് പറയുന്നതിനാണ് ഞങ്ങളിവിടെ ഈ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത്. ഈ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡർ ശ്രീ K കരുണാകരൻ ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്ന സമയത്ത് അന്ന് എന്തിനാണ് ഇതുപോലെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന് ചോദിച്ച ആളുകളാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ. എന്തിനാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സ്റ്റേഡിയം പണിയുന്നത്? ഇവിടെ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് വീട് കൊടുക്കാം, അവർക്ക് ജോലി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാം, എന്ന് ഈ പണം അതിനുപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ച ആളുകൾ ഇന്ന് ഇതിൻ്റെ അധികാരികളായി വരുമ്പോൾ ഈ സ്റ്റേഡിയം പോലും തൂക്കി വിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നാട് മാറിയിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കി. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കയ്യിലാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ ഉള്ളത്. ISLൻ്റെ മത്സരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അവരെ ഹോം ഗ്രൗണ്ട് ഇവിടുന്ന് മാറ്റുകയാണ് എന്നുള്ളതാണ് പുതിയ അറിവ്. ഇപ്പം നിലവിൽ കാണികളായിട്ട്, ഫുട്ബോൾ കാണികളായിട്ടുള്ള പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് അവർ കാണുന്ന മത്സരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി നടത്തുന്ന ഈ ഇടപാട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയും സാമ്പത്തിക താല്പര്യം മുൻനിർത്തിയും ഈ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള CPMൻ്റെയും മന്ത്രിയുടെയും അവരുടെ PR ടീമിൻ്റെയും ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം
അറിഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കായിക മന്ത്രിക്കും മറുപടി ഉണ്ടാകണം, അതുപോലെ മുഖ്യമന്ത്രിക്കും മറുപടി ഉണ്ടാകണം.